ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി 3 ആണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നോക്കിയാലോ. ആക്ടിവിറ്റി 3 എന്ന് പറയുന്ന മെമ്മറി ലെയിനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നറേറ്ററിൻ്റെ ഓർമ്മയിലൂടെ പോകുന്ന ഒരു ആക്ടിവിറ്റി. ഈ ഡയഗ്രത്തിൽ 2 തന്നിട്ടുണ്ട്, ബാക്കിയെല്ലാം നമ്മൾ ഫില്ല് ചെയ്യണം. ആദ്യത്തേത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ലീവിങ് ഹോം, വീട് വിട്ടിറങ്ങുന്ന നറേറ്ററിനെയാണ് കാണിക്കുന്നത്. ഐ വാക്ക്ഡ് വിത്ത് മൈ ഫാദർ വെയറിങ് ന്യൂ ക്ലോത്ത്സ്, പുതിയ ഡ്രസ്സൊക്കെ ധരിച്ച് അച്ഛനോടൊപ്പം നടക്കുന്ന നറേറ്റർ. ഐ വാസ് ഹാപ്പി ബട്ട് ഹാഡ് ഫിയേഴ്സ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. ഹാപ്പി ആയിരുന്നു, അറ്റ് ദ സെയിം ടൈം സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ ഒരു പേടിയുണ്ടായിരുന്നു, കാരണം ഫസ്റ്റ് ടൈം ആണല്ലോ. ഇത് ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ മുതലാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. വാക്കിംഗ് ടു സ്കൂൾ, സ്കൂളിലേക്ക് നടന്നു പോകുന്നത്. ഐ ആസ്ക്ഡ് മൈ ഫാദർ മെനി ക്വസ്റ്റ്യൻസ് അബൌട്ട് സ്കൂൾ, സ്കൂളിനെ കുറിച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾ അച്ഛനോട് ചോദിച്ചു. ഐ വാസ് അഫ്രൈഡ് ഇറ്റ് വുഡ് ബി എ പണിഷ്മെൻറ്റ്. നമ്മുടെ ബോയ് ചിന്തിക്കുന്നുണ്ട്, എന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ എന്തോ കുർത്തക്കേട് കാണിച്ചുകൊണ്ടാണ്, അത് പണിഷ് ചെയ്യുകയാണെന്നുള്ള അർത്ഥത്തിൽ ബോയ് ചിന്തിക്കുന്നുണ്ട്. മൂന്നാമത്തത് അറ്റ് ദ സ്കൂൾ ഗേറ്റ്, അതും നമുക്ക് ഫില്ല് ചെയ്യണം. സ്കൂൾ ഗേറ്റിൽ വെച്ച് എന്താ സംഭവിച്ചത്? ഐ ഹെൽഡ് മൈ ഫാദേഴ്സ് ഹാൻഡ് ടൈറ്റ്ലി, ഞാൻ എൻ്റെ അച്ഛൻ്റെ കൈകൾ മുറുക്കെ പിടിച്ചു. ഹോപ്പിംഗ്, നമ്മൾ ഐ എന്നുള്ള രീതിയിലാണ് കേട്ടോ എഴുതുന്നത്, അതായത് ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിലാണ് എഴുതുന്നത്. ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് എന്താണെന്ന് അറിഞ്ഞൂടാത്തവർക്ക്, നമ്മൾ ആ നറേറ്ററിൻ്റെ സ്ഥാനത്ത് നിന്നാണ് കാര്യങ്ങൾ എഴുതുന്നത്. സോ ഐ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാം. ഒന്നും കൂടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളാണ് അവിടുത്തെ നറേറ്റർ. നിങ്ങൾ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹോപ്പിംഗ് ഹി വുഡൻ ലീവ് മീ, അച്ഛൻ എന്നെ വിട്ടു പോവില്ലെന്ന് പറയുന്ന പ്രതീക്ഷയോടുകൂടി അവിടെ നിന്നു എന്നല്ല, അച്ഛൻ്റെ കൈകൾ മുറുകെ പിടിച്ചു. പക്ഷെ എന്താ അവിടെ അച്ഛൻ ചെയ്യുന്നത്? അച്ഛൻ മകൻ്റെ കൈകൾ വിടുന്നുണ്ട്. ആൻഡ് അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ വെയിറ്റ് ചെയ്യാം, നീ പൊക്കോ, ഇനി മുതൽ നീ ഒറ്റയ്ക്കാണ് അങ്ങോട്ടേക്ക് പോകേണ്ടതെന്നുള്ളത്. ഇനി വരുന്നതാണ് ഇൻസൈഡ് ദ ക്യാമ്പസ്, എന്ന് വെച്ചാൽ ആ സ്കൂൾ കോമ്പൗണ്ടിനടുത്ത് നടന്ന കാര്യങ്ങൾ. എവറിത്തിങ് സീംഡ് സ്ട്രേഞ്ച് അറ്റ് ഫസ്റ്റ്, ആദ്യമേ എല്ലാം ഭയങ്കര ഒരു സ്ട്രേഞ്ച് ആയിട്ടാണ് തോന്നിയത്. സ്ട്രേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിചയമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ. സ്ലോലി ഐ ഗോട്ട് യൂസ് ടു ഇറ്റ് ആൻഡ് സ്റ്റാർട്ടഡ് എൻജോയിങ് മൈസെൽഫ്, പയ്യെ പയ്യെ അതുമായിട്ട് ശീലമായി ആൻഡ് എൻജോയ് ചെയ്യാനും ആരംഭിച്ചു. അടുത്ത നമുക്ക് ഫില്ല് ചെയ്യാനുള്ളതാണ് ദ വുമൺസ് ഇൻസ്ട്രക്ഷൻസ്. ഒരു ലേഡി വന്നിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. ലൈക്ക് ദ വുമൺ ഗേവ് ഇൻസ്ട്രക്ഷൻസ് ടു ദ ചിൽഡ്രൻ ടു സ്റ്റേ ക്വയറ്റ് ആൻഡ് പേ അറ്റൻഷൻ. ആ സ്ത്രീ വന്നിട്ട് എന്താ പറയുന്നത്? നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, ഇവിടെ പല പല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് അഡ്വൈസാണ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ വുമൺ നൽകുന്നത്. അടുത്തത് മേക്കിംഗ് ഫ്രണ്ട്സ്. സ്കൂൾ ഹാഡ് എ വെറൈറ്റി ഓഫ് എൻ്റർടൈൻമെൻറ്റ്, മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് ബോയ്സ് ആൻഡ് ഫെൽ ഇൻ ലവ് വിത്ത് ഗേൾസ്. ഇത് ഓൾറെഡി ടെക്സ്റ്റിൽ ഫില്ല് ചെയ്തിട്ടുള്ളതാണ്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സ്കൂളിൽ ഒരുപാട് ടൈപ്പ് ഓഫ് വെറൈറ്റി ഉണ്ടായിരുന്നു, 1 2 ഒന്നുമല്ല, അതിൽ കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വെറൈറ്റി എന്ന് പറയുന്നത്. മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് ബോയ്സായിട്ട് ഒരു കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പും ക്രിയേറ്റ് ചെയ്തു. അതേപോലെ ഗേൾസായിട്ട് ഒരു സ്നേഹം തോന്നുമല്ലോ, നമ്മൾ ടീനേജ് സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു അട്രാക്ഷൻ തോന്നാറുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം തോന്നി തുടങ്ങി, വിച്ച് മീൻസ് നമ്മുടെ നറേറ്റർ ടീനേജ് സമയത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാലഘട്ടം എത്തിയിരിക്കുന്നു. അടുത്ത ഫില്ല് ചെയ്യാനുള്ളത് റിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിവ്. ഐ റിയലൈസ്ഡ് ദാറ്റ് ലൈഫ് ഹാഡ് പാസ്ഡ് ക്വിക്ക്ലി, ലൈഫ് എത്ര പെട്ടെന്നാണ് പോയത് എന്നൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി. ആൻഡ് മെനി ഇയേഴ്സ് ഹാഡ് ഗോൺ ബൈ ഇൻ വാട്ട് ഫെൽറ്റ് ലൈക്ക് ഹാഫ് എ ഡേ, ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി, പക്ഷേ ഹാഫ് എ ഡേ ആയിട്ടാണ് അതെല്ലാം തോന്നിയത്. ഫെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിയത്. മെനി ഇയേഴ്സ് ഹാഡ് ഗോൺ ബൈ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലങ്ങൾ, ഒരുപാട് വർഷങ്ങൾ കടന്നു പോയി. ലാസ്റ്റ് ബോക്സ് ഫില്ല് ചെയ്യാനുള്ളത് ആൻ എൽഡർലി മാൻ ക്രോസിങ് ദ റോഡ്, എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോറിയുടെ അവസാനം ഈ ഒരു പോയിൻ്റാണ്. നൗ ആൻ ഓൾഡ് മാൻ ഐ സ്റ്റുഡ് ഹെൽപ്ലെസ്, ഒരു ഓൾഡ് മാൻ ആയിട്ട് ഒരു വയസ്സായ മനുഷ്യനായിട്ട് ഞാനവിടെ ഹെൽപ്ലെസ് ആയിട്ട് നിന്നു. എവിടെ? അറ്റ് ദ ക്രോസ് റോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് എ ബോയ് ഹെൽപ്ഡ് മീ ക്രോസ് ഇറ്റ്, എന്നെ സഹായിക്കാനായിട്ട് ഒരു ബോയ് വന്നു ലാസ്റ്റ്. അവിടെ ഞാൻ എന്താ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ കഥയുടെ മെയിൻ ഈവൻറ്റ്സ് ആണ്, എന്ന് വെച്ചാൽ മെയിൻ സംഭവങ്ങളെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ വീട് വിട്ടിറങ്ങുന്നു, ലീവിങ് ഹോം, പിന്നെ വാക്കിംഗ് ടു സ്കൂൾ, സ്കൂളിലേക്ക് പോകുന്നു, പിന്നെ സ്കൂൾ ഗേറ്റ് എത്തുന്നു, പിന്നെ ക്യാമ്പസിനകത്ത് കയറുന്നു, അവിടെ ഒരു വുമൺ അവരോട് സംസാരിക്കുന്നു, പയ്യെ പയ്യെ ഫ്രണ്ട്സിനെ മേക്ക് ചെയ്യുന്നു, പിന്നെ തിരിച്ചറിവുണ്ടാവുന്നു, ആൻഡ് അവസാനം ഓൾഡ് ഏജ് എത്തിയിട്ട് ഒരാളുടെ സഹായത്തിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലൈഫ് എന്ന് പറയുന്നത്. ഇതാണ് ഹാഫ് എ ഡേ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ലൈഫ് ഈസ് വെരി ഷോർട്ട്, അതുകൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കുക, പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. പിന്നെ പ്രധാനപ്പെട്ടൊരു പോയിന്റ്, ഈ ഒരു കഥ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിലാണ്. ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്നായിരിക്കും നമ്മൾ കാര്യങ്ങൾ പറയുന്നുണ്ടാവുക, വിച്ച് മീൻസ് ഐ എന്ന് വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ പറയും. ഇതിലെ പ്രധാന കഥാപാത്രം വേറൊരാളാണെങ്കിൽ പോലും
നമ്മളവിടെ എന്തായി മാറും? നമ്മൾ അവിടുത്തെ കഥാപാത്രമായിട്ട് മാറിയിട്ട് ഐ, എൻ്റെ, ഞാൻ എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂവിൽ പറയും. ഇതിനകത്ത് നറേറ്റർക്ക് തോന്നിയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് തോന്നിയിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്തിട്ടുള്ളത്. ഞാൻ സ്കൂളിൽ പോയി, ഞാൻ അച്ഛൻ്റെ കൈ പിടിച്ചു, ഞാൻ ടീച്ചർ സംസാരിക്കുന്ന കേട്ടു, ഞാൻ പല കാര്യങ്ങൾ പഠിച്ചു. ഇങ്ങനെ ഞാൻ എന്ന് പറയുന്ന പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നത് കൊണ്ടാണ് ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അടുത്ത ആക്ടിവിറ്റിയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.